സരസ്വതി നദിയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകമാണല്ലേ. വെറുമൊരു പുരാണകഥ മാത്രമല്ല ഇത്, മറിച്ച് നമ്മുടെ മണ്ണിൽ ഒരുകാലത്ത് ആർത്തലച്ചൊഴുകിയിരുന്ന ഒരു വമ്പൻ നദിയായിരുന്നു സരസ്വതി എന്ന് ശാസ്ത്രം ഇന്ന് തെളിവുകൾ സഹിതം പറയുന്നുണ്ട്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഹരിയാനയിലെയും രാജസ്ഥാനിലെയും മണലാരണ്യങ്ങളിലൂടെ ഒഴുകിയിരുന്ന ഈ നദിക്ക് ചിലയിടങ്ങളിൽ 12 കിലോമീറ്റർ വരെ വീതിയുണ്ടായിരുന്നു എന്നാണ് ഇസ്രോ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വഴി കണ്ടെത്തിയിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ പഠിച്ച സിന്ധുനദീതട സംസ്കാരത്തിലെ ഭൂരിഭാഗം നഗരങ്ങളും ഏകദേശം 60% ഈ സരസ്വതി നദിയുടെ തീരത്തായിരുന്നു നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ഇതിനെ സിന്ധു സരസ്വതി സംസ്കാരം എന്നും വിളിക്കാറുണ്ട്. ഹിമാലയത്തിലെ യമുനയും സൽജ നദിയുമൊക്കെ ഒരുകാലത്ത് സരസ്വതിയുടെ പോഷകനദികളായിരുന്നുവെന്നും പിന്നീട് ഭൂമിക്കടിയിലുണ്ടായ വലിയ മാറ്റങ്ങൾ കാരണം ഈ നദികൾ വഴിമാറി ഒഴുകിയതാണ് സരസ്വതി വറ്റിവരളാൻ പ്രധാന കാരണമായതെന്നും പറയപ്പെടുന്നു. ഇന്നത്തെ ഗഗ്ഗർ ഹക്ര നദീതടം പഴയ സരസ്വതിയുടെ ബാക്കിഭദ്രമാണെന്നാണ് ഗവേഷകർ കരുതുന്നത്. രാജസ്ഥാനിലെ മണൽക്കുന്നുകൾക്കിടയിൽ ഇന്നും ഭൂമിക്കടിയിലൂടെ ഈ നദിയുടെ ഉറവകൾ ഒഴുകുന്നുണ്ടെന്നും അത് കണ്ടെത്തി കൃഷിക്ക് ഉപയോഗിക്കാമെന്നും പഠനങ്ങൾ നടക്കുന്നുണ്ട്. പുരാണങ്ങളിൽ അറിവിന്റെ ദേവതയായി സരസ്വതി മാറിയത് ഈ നദീതീരത്തിരുന്ന് നമ്മുടെ പൂർവികർ വേദങ്ങളും മന്ത്രങ്ങളും രചിച്ചതുകൊണ്ടാവാം. കാണാൻ കഴിയാത്ത അദൃശ്യനദി എന്ന് നമ്മൾ വിളിക്കുമ്പോഴും ഭാരതത്തിന്റെ ഭൂപടത്തെയും സംസ്കാരത്തെയും ഒരുപോലെ മാറ്റിമറിച്ച വലിയൊരു യാഥാർത്ഥ്യമായിരുന്നു സരസ്വതി. അറിവും വെള്ളവും ഒരേപോലെ ഒഴുകിയിരുന്ന ആ കാലം ഒന്ന് ആലോചിച്ചു നോക്കിയേ, ശരിക്കും അത്ഭുതമല്ലേ.